പാഠം 322. ആത്മാവുകൾ ഉണ്ടാകുന്നത്. പത്ത് വയസ്സുള്ളൊരു കുട്ടി ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഈ കുട്ടി ഇപ്പോ 12 ഭാഷകളാണ് സംസാരിക്കുന്നത്. 230 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു പണ്ഡിതന്റെ ആത്മാവാണ് കുട്ടിയിൽ കുടിയിരിക്കുന്നതെന്നും കുട്ടി ദൈവത്തിന്റെ അവതാരമാണെന്നും നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. നീ പത്രത്തിൽ വാർത്ത കണ്ടോ? ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ലാത്ത 10 വയസ്സുള്ള ഒരു കുട്ടി 12 ഭാഷകൾ സംസാരിക്കുന്നെന്ന്. നടന്നത് തന്നെ. 10-18 കൊല്ലം സ്കൂളിലും കോളേജിലും പഠിച്ചിട്ട് കഷ്ടിച്ച് 3 ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഇത് സാധാരണ കാര്യമല്ല. 230 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയൊരു പണ്ഡിതന്റെ ആത്മാവാണ് ഈ കുട്ടിയിൽ കുടിയിരിക്കുന്നത്. കുട്ടിയിലൂടെ സംസാരിക്കുന്നത് ആ ആത്മാവാണ്. 2014 ഇമാതിരി തട്ടിപ്പ് കഥകൾ പത്രത്തിൽ അച്ചടിച്ചു വരുന്നത്. ഇതൊക്കെ വെറുതെ ആളെ പറ്റിക്കാനുള്ള അടവാണ് മോഹനേട്ടാ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിപ്പോ ഒരു ഫാഷൻ ആയിരിക്കുക. ആത്മാവ്, ആറായിന്ദ്രിയം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലും എത്ര പേര് ഇറങ്ങിയിരിക്കണേ. പകുതി കേസും തട്ടിപ്പാ, ബാക്കിയുള്ളതെല്ലാം നല്ല ഒന്നാം തരം ഭ്രാന്തും. ആദ്യത്തെ കൂട്ടർക്ക് നല്ല അടിയുടെ കുറവാ, രണ്ടാമത്തെ കൂട്ടർക്ക് ചികിത്സയാണ് വേണ്ടത്. നമുക്കറിയാത്ത എല്ലാ കാര്യങ്ങളും ഭ്രാന്താണ് എന്ന് പറയാൻ തള്ളരുത്. ആത്മാവിനെ പറ്റി നമുക്കൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ആത്മാവില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ലല്ലോ. ആത്മാവിന്റെ പേരിലുള്ള തട്ടിപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഞ്ചായത്ത് ഓഫീസിന്റെ പുറകിലെ കോളനി താമസിക്കുന്ന ഗോമതിയമ്മയുടെ കാര്യം മോഹനയുടെ കേട്ടതല്ലേ? അവരുടെ മരിച്ചുപോയ അച്ഛന്റെ ആത്മാവാണ് അവരുടെ ശരീരത്തിലുള്ളതെന്ന് പറഞ്ഞ് ആളുകളെല്ലാം അങ്ങോട്ട് ചെല്ലുക. ഗോമതിയമ്മ വിളിച്ചപ്പാട് തുള്ളുന്ന പോലെ 1 മണിക്കൂർ ഇങ്ങനെ തുള്ളും. എന്നിട്ട് ചെല്ലുന്ന ആളുകളുടെ ഭാവി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് വിശ്വസിക്കാൻ നാട്ടിലെ ബുദ്ധിയില്ലാത്ത കുറെ ആളുകളും. ബുദ്ധിയില്ലാത്ത ആളുകളെന്ന് നീ പറഞ്ഞാ മതിയോ? ഗോമതിയമ്മ പറയുന്ന പല കാര്യങ്ങളും അക്ഷരം പറഞ്ഞ ശരിയാണ്. എഴുത്തും വായനയും കഷ്ടിച്ചു മാത്രം അറിയാവുന്ന ഗോമതിയമ്മ എങ്ങനെയാണ് നാട്ടുകാരുടെ മുഴുവൻ ഭാവി കാര്യങ്ങൾ പറയുന്നത്? അതാണ് ആത്മാവിന്റെ രീതികൾ. മോഹനേട്ടനെ പോലുള്ള ആളുകൾ ഇത് വിശ്വസിക്കുന്നതാണ് കഷ്ടം. എനിക്ക് ഈ ഗോമതിയമ്മയെ വർഷങ്ങളായിട്ട് അറിയാം. അയൽപക്കത്തെ വീടുകളിൽ അടുക്കള പണിയായിരുന്നു അവർക്ക്. ഇടയ്ക്ക് അവരുടെ ഭർത്താവും മരിച്ചതോടെ അവരാരോടും മിണ്ടാതെ വീട്ടിൽ തന്നെ ഇരിപ്പായി. കഴിഞ്ഞ 5-6 മാസമായി അവരെ പുറത്തു കാണാൻ കൂടി ഇല്ലായിരുന്നേ. ഇപ്പൊ പെട്ടെന്നിതാ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന് പറഞ്ഞ് ഒരു കഥ. ഇത് പറഞ്ഞുണ്ടാക്കിയത് ആരായാലും അവരെയാണ് ആദ്യം തല്ലേണ്ടത്. ആത്മാവൂല ആത്മാവ്. ഓഹോ, കളിച്ച് കളിച്ച് ആത്മാവിനോട് തുടങ്ങി കളി. നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എന്താ മോഹനേട്ടാ പാട്? ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഇല്ലയോ? ആത്മാവ് ഒരു സാധനമാണോ? അയ്യോ, അത് ഞാനിപ്പോഴാണ് അറിയണേ. ആത്മാവുണ്ടോ ഇല്ലയോ? ചിലപ്പോ കാണും, ചിലപ്പോ കാണില്ല. ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അപ്പോ നീ അന്വേഷിക്കാത്ത, ഇല്ല എന്ന് നിനക്കുറപ്പില്ലാത്ത, ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നീ തന്നെ സംശയിച്ച ഒരു കാര്യത്തെയാണ് നീ തള്ളി പറയുന്നത്. അയ്യോ, ഞാൻ തള്ളി പറഞ്ഞത് ഗോമതിയമ്മയുടെ ഈ തുള്ളലിനെയാണ്. അച്ഛന്റെ ആത്മാവ് തന്റെ ശരീരത്തിലുണ്ടെന്ന് ഒരു സ്ത്രീ പറയുമ്പോ അത് വിശ്വസിക്കുന്ന നിങ്ങളുടെയൊക്കെ ഈ ബുദ്ധിയാണ് ഞാൻ തള്ളി പറഞ്ഞത്. ഗോമതിയമ്മ വിദ്യാഭ്യാസമില്ലാത്തൊരു സ്ത്രീയാണെന്നുള്ള സമ്മതിച്ചു. പക്ഷേ അവർ തുള്ളുന്ന ദിവസങ്ങളിൽ ഭാവി കാര്യങ്ങൾ അറിയാനായി വിദ്യാഭ്യാസമുള്ള എത്രയോ പേരാണ് അവിടെ വന്നു ചേരുന്നത്. അവിടെ വരുന്നവരൊക്കെ മണ്ടന്മാർ. നീ മാത്രം ബുദ്ധിമതി. അതെവിടത്തെ ന്യായം? എന്ത് ന്യായം? മോഹനേട്ടാ, മരിച്ചുപോയ ആളുകളുടെ ആത്മാവ് ഭൂമിയിലൂടെ ചുറ്റിത്തിരികയാണെന്നും സൗകര്യം ഒത്തുകിട്ടുമ്പോൾ അവർ ആരുടെയെങ്കിലും ശരീരത്തിലേക്ക് കയറിക്കൂടുമെന്നും വിശ്വസിക്കുന്നത് വിവരമില്ലായ്മയാണ്. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം എത്ര പേരാ മരിക്കണേ? ഭൂമിയിൽ ഇതുവരെ കോടാനുകൂടി ആളുകൾ മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ആത്മാവുകള് ഭൂമിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നെങ്കിലേ പാടുപെട്ടു പോവും. ഇത് വെറുതെ തർക്കം ഉണ്ടാക്കരുത്. മരിച്ചുപോയവരുടെ ആത്മാവിനെ പറ്റി നൂറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്നതാണ്. അതെങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റുന്നത്? ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഗോമതിയമ്മയുടെ അച്ഛൻ സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു, ഒരു റബ്ബർ വെട്ടുകാരൻ. അയാളുടെ ആത്മാവ് സ്വന്തം മകളുടെ ശരീരത്തിൽ കയറിക്കൂടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരിയല്ലേ? അതെ. വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യന്റെ ആത്മാവ് വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കയറിയതോടെ
അവർക്ക് ലോകത്ത് നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങളെ പറ്റി പറയാൻ പറ്റുന്നു. കൊള്ളാം. നീ ആത്മാവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആത്മാവിനൊരു കാര്യം പറയണമെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവർ മനുഷ്യരുടെ നിയമങ്ങൾക്ക് പുറത്താണ്. എനിക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി അറിയില്ല. മനുഷ്യരുടെ നിയമങ്ങൾക്കുള്ളിലുള്ള കാര്യങ്ങളെ പറ്റിയാണെങ്കിൽ എന്നോട് സംസാരിക്കാം. അതല്ല, ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരാത്മാവിനെ കണ്ടുപിടിച്ച് സംസാരിക്കാം. നീ ഇപ്പോ വളരെ അപകടം പിടിച്ചൊരു കളിയാണ് കളിക്കുന്നത്. നിന്റെ ഈ അഹങ്കാരം ആത്മാവുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും അറിയാമോ? നീ വലിയ വക്കീലായിരിക്കും, പക്ഷേ മരണാനന്തര ലോകത്ത് വക്കീലും കോടതിയും ഒന്നുമില്ല. ആത്മാവുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല മോഹനേട്ടാ. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ വക്കീലന്മാരായിരുന്നവരും ജഡ്ജിമാരായിരുന്നവരും ഒക്കെ കൂടി പരലോകത്ത് ഒരു കോടതി തുടങ്ങിയാൽ പ്രശ്നം തീരുമല്ലോ. കളിയാക്കണ്ട. നാട് മുഴുവൻ അറിയുന്ന ഒരു റിട്ടയർഡ് ജഡ്ജി എല്ലാ ദിവസവും മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ആത്മാവുമായി സംസാരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. മോഹനേട്ടാ, പ്രശസ്തനോ ബഹുമാന്യനോ ആയ ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം വിവരക്കേടല്ലാതെ ആകുന്നില്ല. മോഹനേട്ടൻ വില്ലേജ് ഓഫീസറാണ്. നാട്ടുകാർക്കെല്ലാം വലിയ ബഹുമാനമാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ രാത്രിയാണ് എന്ന് മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ? മോഹനേട്ടന് വട്ടാണെന്ന് നാട്ടുകാർ പറയും. മോഹനേട്ടൻ പറഞ്ഞ ജഡ്ജിക്ക് പ്രായമായതുകൊണ്ട് ആളുകൾ അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വേറെയും ഉണ്ടല്ലോ ഉദാഹരണങ്ങൾ. വേറൊരു ജഡ്ജിയുടെ ആത്മകഥ ഞാൻ വായിച്ചു. ഒരു കേസിൽ വിധി പറയുന്ന ദിവസം തന്റെ തീരുമാനം തെറ്റാണോ ശരിയാണോ എന്ന് സംശയിച്ചിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മകളുടെ ആത്മാവ് കോടതിയിൽ പ്രത്യക്ഷപ്പെട്ടു. അച്ഛാ, ഇതാണ് ശരിയായ തീരുമാനം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം വിധി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ജഡ്ജിക്കെതിരെ കേസ് എടുക്കാറുണ്ട് വേണം. ജഡ്ജി വിധി പറയുന്നത് നാട്ടിലെ നിയമം അനുസരിച്ചും തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ചുമാണ്. ആത്മാവ് പറയുന്ന കേട്ട് കേസ് വിധി പറയുകയാണെങ്കിലേ അത് നിയമവിരുദ്ധമാ. മോഹനേട്ടാ, ഇനി മോഹനേട്ടൻ എത്രയൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞാലും ആത്മാവിന്റെ പരാക്രമങ്ങൾ ഞാൻ വിശ്വസിക്കില്ല. ഉത്തമനാണോ? ഉത്തമന്റെ ശബ്ദമല്ല, ഏതെങ്കിലും ആത്മാവായിരിക്കും. വസ്തു പോക്കുവരവ് ചെയ്യാൻ വേണ്ടി വില്ലേജ് ഓഫീസർ അന്വേഷിച്ചു വന്നതാ. പോയി നോക്ക്. നമസ്കാരം സർ. ദാസപ്പനെന്താ ഇവിടെ? ഞാനൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തന്നിരുന്നു. സാറ് പറഞ്ഞു ആധാരത്തിന്റെ ഒറിജിനൽ കാണണമെന്ന്. അത് കൊണ്ടുവന്നതാ. അതും കൊണ്ടുവരേണ്ടത് വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്കല്ല, വില്ലേജ് ഓഫീസിലേക്കാ. അതല്ല സർ, 10 മണിക്ക് വേറെ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഓഫീസിൽ വരാൻ പറ്റില്ല. ശിശുപാലൻ സാറിനോട് പറഞ്ഞപ്പോ ഇവിടെ കൊണ്ടുവന്ന് സാറിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ദാസപ്പ, സർക്കാർ വില്ലേജ് ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത് ആളുകളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആ ഓഫീസ് തുറന്നിരിക്കും. ആ സമയത്ത് ഏത് പൗരനും അവിടെ കയറി വരാം. പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് വരാൻ പറ്റാത്ത കാരണത്താൽ വില്ലേജ് ഓഫീസർ ഓഫീസ് സമയത്തിന് മുമ്പ് വീട്ടിൽ വെച്ച് ആധാരം പരിശോധിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? 10 മണി കഴിഞ്ഞ് ദാസപ്പന് സമയമില്ലെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പ്രശ്നമില്ല. മനസ്സിലായോ? സാർ വേറൊന്നും വിചാരിക്കരുത്. 9 മണി മുതൽ കോളനിയിലെ ഗോമതിയമ്മയുടെ വീട്ടില് ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് ഗോമതിയമ്മ തുള്ളുന്ന ദിവസമാണ്. ആ സമയത്ത് അവിടെ ചെന്നാൽ ഭാവി കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുകൊണ്ടാ സാറേ. ഈ ഗോമതിയമ്മയെ പറ്റി ദാസപ്പന്റെ അഭിപ്രായം എന്താണ്? സാറേ, അവരുടെ മരിച്ചുപോയ അച്ഛൻ സംസാരിക്കുന്ന പോലെ തന്നെയാ അവര് സംസാരിക്കുന്നത്. അവര് പറയുന്നൊക്കെ അച്ചട്ട സാറേ. അവര് തുള്ളി തുടങ്ങുമ്പോ പതുക്കെ ആയിരിക്കും, പിന്നെ സ്പീഡ് കൂടി കൂടി വരും. കണ്ണടച്ചാണ് തുള്ളല്. ഒടുവിൽ കണ്ണ് തുറക്കുമ്പോ മുന്നിൽ കാണുന്ന ആളുടെ മുഖത്ത് നോക്കി ഒറ്റ ശ്വാസത്തിൽ അയാളുടെ ഭാവി മുഴുവൻ പറഞ്ഞു കളയും. ഇതുവരെ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. അവിടെ ഒന്ന് പോണം. ആത്മാവെന്ന് പറയുന്നത് ഉള്ളതാണോ? എന്താ സംശയം സാറേ? അവരുടെ അച്ഛന്റെ ആത്മാവ് തന്നെയാ. ഗോമതിയമ്മയുടെ അച്ഛൻ ഒരു റബ്ബർ വെട്ടുകാരനായിരുന്നു. അയാളുടെ കത്തി ഗോമതിയമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം എന്തോ ആവശ്യത്തിന് വേണ്ടി കത്തി എടുത്തപ്പോ അവരുടെ കൈ മുറിഞ്ഞു, ചോര വന്നു. ആ സമയത്താണ് ഗോമതിയമ്മയുടെ അച്ഛന്റെ ആത്മാവ് ആ ശരീരത്തിൽ കയറിയത്.
സാറിന് ഇതിലൊന്നും വിശ്വാസം കാണില്ല. പക്ഷെ ഒരു ദിവസം ഗോമതിയമ്മയുടെ അടുത്തൊന്ന് പോയി നോക്കണം. അപ്പോഴറിയാം ശക്തി. അസുപ, ആ ധരം തന്നേക്കോ. ഞാൻ ആഫീസിൽ കൊണ്ടുപോയി പകർപ്പുമായി ഒത്തു നോക്കിയിട്ട് ശിശുപാലിന്റെ കയ്യിൽ കൊടുത്തേക്കാം. ആ സമയം കിട്ടുമ്പോ ഒന്ന് വാങ്ങിയാൽ മതി. ശരി, വലിയ ഉപകാരം സാറേ. വരട്ടെ. അമ്മേ, ഗോമതി അമ്മയെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് ഭയങ്കര പുച്ഛമായിരുന്നല്ലോ. ഇന്ന് രാവിലെ ഗോമതി അമ്മയുടെ വീട്ടിൽ തുള്ളൽ നടക്കുന്നുണ്ട്. നാട്ടിലുള്ള ആളുകളെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. തുള്ളലിനിടയിൽ അവർ കണ്ണു തുറന്ന് അപ്പ കാണുന്നവരുടെ മുഖത്ത് നോക്കി ഭാവി പറയും. നാട്ടിൽ പ്രാന്തന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണെന്ന് സാരം. കണ്ടോ, നീ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നവർക്കൊക്കെ ഭ്രാന്ത്. ഭമേ, ഇത് അഹങ്കാരമാണ്. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് അങ്ങനെ ഒരു ആത്മാവിനെ പേടിയില്ല. കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ ഗോമതി അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല, അവരുടെ അച്ഛന് വിദ്യാഭ്യാസമില്ല എന്നൊക്കെ. മരിച്ചുപോയ അച്ഛന്റെ ആത്മാവ് ഗോമതി അമ്മയുടെ ശരീരത്തിൽ കയറിയതാണെന്ന് പറഞ്ഞപ്പോഴും നീ ചിരിച്ചു. ആ ആത്മാവ് എങ്ങനെയാണ് ഗോമതി അമ്മയുടെ ശരീരത്തിൽ കയറിയത് നിനക്കറിയാമോ? അവരുടെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കത്ത് കയ്യിലെടുത്തപ്പോ അവരുടെ കൈ ഒന്ന് മുറിഞ്ഞു. ആ മുറിവിലൂടെ കത്തിയിലിരുന്ന ആത്മാവ് ഗോമതിയമ്മയുടെ ശരീരത്തിൽ കയറിപ്പറ്റി. ഈ കഥ ഞാനും കേട്ടതാ. മോഹനേട്ടാ, എന്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ വാച്ച് എന്റെ കയ്യിലുണ്ട്. ഞാനത് അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇനിയിപ്പോ അച്ഛന്റെ ആത്മാവ് എങ്ങാനും ആ വാച്ചിനകത്തുണ്ടാവോ? ആത്മാവ് നിന്റെ അച്ഛൻ്റെ ആയോണ്ടൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും തടിമില്ലോ തേക്കും കൂപ്പിലൊക്കെ കാണും. തടി കച്ചവടായിരുന്നല്ലോ ജോലി. അങ്ങനെയാണെങ്കിൽ റേഷൻ കട നടത്തിയിരുന്ന ഒരാളുടെ ആത്മാവ് ഇപ്പൊ എവിടെ ഉണ്ടാവും? നാട്ടിലെ റേഷൻ കടകളൊക്കെ പൂട്ടി തുടങ്ങിയല്ലോ. ഇനിയിപ്പോ ഭൂമിയെ കഴിഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് അവരൊക്കെ സ്ഥലം വിടും. മതി, ഇത്രയും നേരം നീ നിന്റെ ന്യായം പറഞ്ഞു. ഇന്ന് ഗോമതിയമ്മയുടെ വീട്ടിൽ തുള്ളൽ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോ സംഭവം തുടങ്ങി കാണും. ഈശ്വര, ഇന്ന് അവർ ആരോടെല്ലാം എന്തെല്ലാം പറയുന്നു നമുക്ക് അന്വേഷിക്കാം. ആ പറയുന്നതൊക്കെ സംഭവിക്കുമെങ്കിൽ നിനക്ക് വിശ്വസിക്കാമല്ലോ. വെറുതെ പറഞ്ഞാ പോരാ. ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് പറയുന്ന പോലെ ആവരുത് പ്രവചനം. അതല്ലാതെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് സംഭവിച്ചാൽ ഞാൻ വിശ്വസിക്കാം. അടുത്ത തിങ്കളാഴ്ച അവർ തുള്ളുമ്പോ നമുക്ക് രണ്ടുപേർ കൂടി ഒന്ന് പോവുകയും ചെയ്യാം. പറഞ്ഞു വരുമ്പോ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി എടുത്ത ആളാ, അതും കെമിസ്ട്രിയില്. പക്ഷെ വിശ്വാസം ആത്മാവിൻ. കഷ്ടം. ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വെച്ചിരുന്ന ഈശ്വര. ഇവിടെ അല്ലേ? അതാണിവിടെ. ഇതിനകത്തുണ്ടോ നോക്കാം. ഇതെവിടെ പോയി? കാണല്ലോ. ഇതല്ലേ സാധനം. ഇനിയിപ്പോ അച്ഛന്റെ ആത്മാവ് ഇതിനകത്ത് കാലം കാണൂ. ആത്മാവിന്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. കയ്യിലൊന്ന് കെട്ടി നോക്കിയാലോ. കൊള്ളാം, വാച്ച് കയ്യിൽ കെട്ടി. ഇനി കണ്ണടച്ചു നോക്കാം. അച്ഛാ,
മോഹനകൃഷ്ണ, മോഹനകൃഷ്ണനെ തന്നെയാണ് വിളിച്ചത്. ഇവിടെ വരൂ. എന്താ, എന്റെ വാക്കനുസരിക്കാൻ പ്രയാസമുണ്ടോ? ഇവിടെ വരൂ. വരാൻ. വരൂ. വരുമല്ലോ. ഭാമേ. ഭാമയല്ല, പീതാംബരൻ. കുറെ കാലമായി ഞാൻ ഈ വാച്ചിൽ കഴിഞ്ഞുകൂടുന്നു. ഇവളിതൊന്നു കയ്യിൽ കെട്ടിയിട്ട് വേണം ഇവളുടെ ശരീരത്തിൽ കയറിപ്പറ്റി നിന്നോട് 4 എണ്ണം പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ മോളെ നീ കഷ്ടപ്പെടുത്തുന്നത് ഇവിടെ ഇരുന്ന് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. എന്താ നിന്റെ ഉദ്ദേശം? അല്ല ഭാമേ, ഭാമേ, ഭാമേ. ഭാമയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടിയല്ലോ എന്നോർത്ത് മാത്രം ഞാൻ ക്ഷമിക്കുകയായിരുന്നു. അയ്യോ, ഇനി നീ ഇവളെ കഷ്ടപ്പെടുത്തിയ അമ്മാവാ, 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 അമ്മാവാ. ചെയ്യൂല. എങ്ങനെയുണ്ടായിരുന്നു? ഞാനാ സത്യഭാമ. എന്താ എന്താണ് നിന്റെ ശബ്ദം? വളരെ പാടുപെട്ടിട്ടാണ് അങ്ങനെ സംസാരിച്ചത്. അയ്യോ, എന്റെ മോഹനേട്ടൻ ചെറുതായിട്ടൊന്ന് പേടിച്ചോന്നൊരു സംശയം. ഇപ്പം മനസ്സിലായോ? ഇത്രേ ഉള്ളു കാര്യം. ഞാൻ വിചാരിച്ചാലും ഒരാത്മാവിന്റെ കൂട്ടുകാരി ആവാം. വായിൽ തോന്നുന്നൊക്കെ പറയുകയും ചെയ്യാം. പറയുന്നതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും. വേണമെങ്കിൽ എനിക്കിപ്പോ പറയാമായിരുന്നു. മോഹനകൃഷ്ണ, അടുത്ത ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച നിനക്ക് അവധിയായിരിക്കും. അടുത്ത ശനിയാഴ്ച 2ാം ശനിയാഴ്ച ആണല്ലോ. അതെന്റെ പ്രവചനം കൊണ്ടുണ്ടായതൊന്നും അല്ല. പക്ഷേ വിശ്വാസം മൂത്ത് കഴിയുമ്പോൾ ആളുകൾ അതും വിശ്വസിക്കും. ഇത്തവണ ഉത്തമനാണ്. ഇനി വണ്ടി ഓടിച്ചു വരുന്ന വഴിക്ക് ഏതെങ്കിലും ആത്മാവ് ഉത്തമന്റെ ശരീരത്തിൽ കയറിയതാണെന്നും അറിയില്ല. സൂക്ഷിക്കണം. നോക്കിട്ടോ. അച്ചടാ. നമസ്കാരം സാർ, സുഖം തന്നെ അല്ലേ? സാറേ എന്റെ സുഖം അന്വേഷിക്കണോ എന്നത് അല്ല സാറേ. പിന്നെ സാറേ എനിക്ക് സാറേ ഒരു സംഭവം ഉണ്ടായി. അത് സാറിന്റെ അടുത്ത് പറഞ്ഞില്ലേ പിന്നെ എന്തോന്ന് രസം. അത് പറയാൻ വേണ്ടി വന്നതാ. വക്കീലെവിടെ?
എന്നോടൊരു കാര്യം പറയാനാണ് ഉത്തമ വന്നതെങ്കിൽ വക്കീലിന്റെ ആവശ്യം എന്താ? അല്ല വക്കീലും കൂടെ കേക്കട്ടെ. എന്താ ഉത്തമ? വക്കീല്, നമ്മുടെ കോളനിയിലെ ഗോമതി ചേച്ചി ഇല്ലേ, മറ്റേ ആത്മാവ് ഇങ്ങനെ കൂടിയ ഗോമതി ചേച്ചി. ഉത്തമനന്റെ ആത്മാവെന്ന് പറയുമ്പോ ഒരു പുച്ഛം. അല്ല പുച്ഛമൊന്നുമല്ല സാറേ. ഈ എല്ലാ തിങ്കളാഴ്ച രാവിലെ 9 മണി വരെയാണ് ഈ ഗോമതി ചേച്ചി തുള്ളുന്നത്. കണ്ണു അടച്ചാണ് തുള്ളുന്നത്. ഇങ്ങനെ തുള്ളി 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 അവസാനം ഇങ്ങനെ കണ്ണ് ബ്ലിങ്ക് എന്നെ തുറക്കുവേ. അപ്പം മുന്നിൽ കാണുന്നവൻ ആരോ അവന്റെ ഭാവി ഇങ്ങനെ മണിമണിയോന്ന് പറഞ്ഞു കളയും. ഈ കാർന്നോത്തി. അതെ, അവർക്കത് പറയാൻ പറ്റും. അച്ഛന്റെ ആത്മാവ് അവർക്ക് കൂട്ടിനായിട്ടുണ്ട്. അത് തന്നെ. ഇന്ന് രാവിലെ തുള്ളല് തുടങ്ങി, പതുക്കെ ഇങ്ങനെ തുടങ്ങി, പിന്നെ 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 സ്പീഡ് കൂടി, പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ സ്പീഡ് കൂടി, പിന്നെ സ്പീഡ് കൂടി 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 എന്റെ സാറെ കൈവിട്ട തുള്ളലായി. പിന്നെ ഇങ്ങനെ കൺട്രോള് പോയി തുള്ളി തുള്ളി കിണറിന്റെ അരമതില് തകർത്ത് ദാ അടക്കണ കിണറ്റിൽ ബ്ലിക്കോ ഉണ്ട്. ഈ കിണറ്റിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നല്ലോ, ചത്തുപോയില്ല. പക്ഷെ നീന്തൽ അറിഞ്ഞുകൂടാത്തോണ്ട് ഈ ആത്മാവ് കുറെ വെള്ളം കുടിച്ച് ഒടുവിൽ കിണറ്റിന്റെ അടിയിൽ സൈഡിലെ ഒരു മരക്കുറ്റിയിൽ ഇങ്ങനെ പിടിച്ച് കിടന്നുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടെ. എന്നിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് എന്നെ രക്ഷിക്കോ 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 എന്നൊരു 4 വിളി ഈ ആത്മാവ്. അപ്പൊ അവരുടെ അച്ഛന്റെ ആത്മാവ് വക്കീലെ, ആത്മാവ് അന്തരീക്ഷത്തിലൂടെ മാത്രമല്ലേ സഞ്ചരിക്കൂ. ഈ കിണറ്റിലോട്ട് ഇറങ്ങാൻ ആത്മാവിനെ അറിഞ്ഞൂടല്ലോ. ഒടുവില് കാര്യം പറയേ. ഫയർഫോഴ്സ് വന്ന് ഈ ആത്മാവിനെ പൊക്കി ഇഞ്ഞ് കയറ്റി. പിന്നെ പോലീസുകാരും വന്ന്. ഈ ഗോമതിയുടെ കൂടെ താമസിക്കുന്ന ഇളയ മകനോട് പോലീസുകാർ ചോദിച്ചപ്പോ അവൻ പറയാ 6 മാസം മുമ്പ് ഗോമതി ചേച്ചിയുടെ കെട്ടിയോയി മരിച്ചേല് പിന്നെ അമ്മയ്ക്ക് മുഴുത്ത ഭ്രാന്താണെന്ന്. പലപ്പോഴും ദേഹഗോത്രം ഉള്ളതുകൊണ്ട് വീട്ടിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു 6 മാസമായിട്ട്. ഒരു ദിവസം ചങ്ങലയും പൊട്ടിച്ചിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ആദ്യം കണ്ട ഗോപാലന്റെ ഭാവി പ്രവചിച്ചു തുടങ്ങിയതോടെയാണ് ഈ ഗോമതി ചേച്ചിക്ക് അത്ഭുത സ്ഥിതി ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയത്. ആളുകൾ വിശ്വസിച്ചു തുടങ്ങിയതോടെ ഇവരുടെ മകന് അതൊരവസരവുമായി. ആഴ്ചയിൽ 6 ദിവസം അമ്മ അങ്ങ് പൂട്ടിയിടും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തുറന്നങ്ങ് വിടും. ഇതായിരുന്നു പരിപാടി. നാട്ടുകാർ സംഭാവന കൊടുക്കുന്ന സംഖ്യ ഈ മോന് കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട് ഇവരുടെ ഐഡിയ? നാട്ടുകാരെ പറ്റിച്ചതിന് മോനെ പോലീസുകാർ കൊണ്ടുപോയി. ഗോമതി അമ്മയെ താലൂക്ക് ആശുപത്രിയിലും കൊണ്ടുപോയി. അവിടുന്ന് ഉടനെ പ്രാന്താശുപത്രി കൊണ്ടുപോകുന്നാണ് കേട്ടത്. അപ്പൊ വരട്ടെ സാറ്, ചെറുക്കൻ നാട്ടുകാരെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അത് കഴിഞ്ഞ് പ്രാന്താശുപത്രിയിലോട്ട് കയറണം. അപ്പൊ ഞാൻ വരുന്നേ സാറേ. എന്താ വില്ലേജ് ഇങ്ങനെ വട്ടക്കിറങ്ങുന്നേ? തുള്ളാൻ വല്ല പരിപാടിയും ഉണ്ടോ? എങ്ങനെ? ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇത്തരം ആത്മാവുകളുടെ കഥകള് ഒന്നെങ്കിൽ തട്ടിപ്പാണ് അല്ലെങ്കിൽ ഭ്രാന്താണെന്ന്. ഇവിടെ ഇത് രണ്ടും കൂടിയാ വന്നത്. മകനെ തട്ടിപ്പ്, അമ്മയ്ക്ക് ഭ്രാന്ത്. എന്നാലും ആത്മാവെന്ന് പറയുന്നത് കാണാതിരിക്കൊന്നുമില്ല. ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് നാട്ടുകാരുടെ ശരീരങ്ങളിൽ കയറി കോമാളി കളിക്കുകയല്ല ആത്മാവിന്റെ ജോലി എന്നാണ്. ആത്മാവുകളെ അവരുടെ പാട്ടിന് വിട്ടിട്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കാം മോഹനേട്ടാ. കാണിച്ചു. മണി 9:30 കഴിഞ്ഞു. വില്ലേജ് പോയിട്ട് കരനീർത്ത് രസീത് കൊടുക്കണ്ടേ? അതിന് ഈ ഒരു വില്ലേജേ ഉള്ളൂ, ഒരാത്മാവും വരില്ല. ആത്മാവുകൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ തർക്കിക്കാൻ ഞങ്ങൾ ആളുകളല്ല. പക്ഷെ ആത്മാവിന്റെയും 6ാം ഇന്ദ്രിയത്തിന്റെയും ഒക്കെ പേരിലാണ് പ്രബുദ്ധ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ അരങ്ങേറുന്നത് എന്നതാണ് സത്യം. ഒരാത്മാവിന്റെ കാര്യത്തിൽ തീരുമാനമായ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.